നമുക്കറിയാം. പിന്നെ ഒരു വിഷയം ജനകീയ തെരച്ചിലാണ്. ജനകീയമായ തെരച്ചിൽ എല്ലാ നിലയിലും നടത്തുവാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതിനെക്കുറിച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിൽ പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ ഉദ്യോഗസ്ഥർ, NDRF ഉൾപ്പെടെയുള്ളവരുണ്ടാകും. ക്യാമ്പിലുള്ളവർ, ഈ വീടിൻ്റെ പരിസരവുമാണല്ലോ ജനകീയമായ തെരച്ചിലിൽ വരുന്നത്. 190 പേർ ഇപ്പോൾ ക്യാമ്പിലും മറ്റുമുള്ളവർ ഈ ജനകീയ തെരച്ചിൽ പങ്കെടുക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. 190 ക്യാമ്പിലുള്ളവരും മറ്റുമായി ജനപ്രതിനിധികൾ ഇതിലുണ്ടാവും. എല്ലാ നിലയിലുമുള്ള പരിശോധന ഇത് നടത്തും. ഇതിൽ താമസിക്കുന്ന വീടും പരിസരവുമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുക. പുഞ്ചിരിമറ്റം, മുണ്ടക്ക എന്നീ ഭാഗങ്ങളിൽ ഇത് ആ നിലയിൽ തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒരു കാര്യം, ഇത് ആലോചിച്ചതിൽ നിന്ന് വ്യത്യസ്തമായൊരു തീരുമാനം ഇവിടെ കൈക്കൊള്ളേണ്ടി വന്നിട്ടുണ്ട്. അത് നിങ്ങളെപ്പോൾ തന്നെ അറിയിക്കുകയാണ്. അതായത് രാവിലെ 6 മണിക്ക് തുടങ്ങി നാളെ വൈകുന്നേരം വരെ തിരയണമെന്നായിരുന്നു, ഉച്ചവരെ തിരയണമെന്നായിരുന്നു ആദ്യം നിശ്ചയിച്ചത്. എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി ശനിയാഴ്ച വരികയാണ്. രാവിലെ 11:55 ഇവിടെ എത്തുക, കണ്ണൂർ എയർപോർട്ടിൽ നിന്നും വരിക. അതിൻ്റെ 24 മണിക്കൂർ മുമ്പ് മറ്റ് പ്രധാനമന്ത്രി വരുന്നതിൻ്റെ സെക്യൂരിറ്റി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഭാഗങ്ങളൊക്കെ ഒഴിഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ജനകീയ തെരച്ചിൽ നാളത്തേത് 11 മണി വരെ ഉണ്ടാവുകയുള്ളൂ. രാവിലെ 11 മണി വരെ, രാവിലെ 6 മണി മുതൽ രാവിലെ 11 മണി വരെ ഉണ്ടാവുകയുള്ളൂ. ഇനി ജനകീയ തെരച്ചിൽ ആവശ്യമുണ്ടെങ്കിൽ വേറെ ദിവസങ്ങളിലും നമുക്ക് നടത്താവുന്നതാണ്. ഇത് നിയമപരമായി ഇങ്ങനെ ഒരു പ്രശ്നം, പ്രധാനമന്ത്രിയുടെ വിസിറ്റ് പെട്ടെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി സ്വാഭാവികമായും നമുക്ക് സമയത്തിലൊരു ക്രമീകരണം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ വളരെ വേഗത്തിലായിരിക്കില്ല ആ തെരച്ചിൽ നടത്തുക, വളരെ സമയമെടുത്ത് തിരയുകയാണ്. അപ്പോൾ ഇനി വേണമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസവും ഈ ജനകീയ തെരച്ചിൽ നടത്താൻ സാധിക്കും. അത് ബന്ധപ്പെട്ട ക്യാമ്പുകളിലും അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കൂടുതൽ സമയമുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് പെട്ടെന്ന് തെരച്ചിൽ നിന്നുപോയി എന്നുള്ള അഭിപ്രായം വരാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യണം. അതെ, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം. നാളെ ഇനി അതിൻ്റെ ഭാഗമായി ഒരു പ്രയാസമോ മറ്റോ ഉണ്ടാവാത്ത നിലയിൽ ഈ കാര്യം ജനങ്ങളെ അറിയിക്കണം. ക്യാമ്പിൽ അറിയിക്കാൻ ക്യാമ്പിലെ ചുമതലയുള്ളവരെ അറിയിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലെ, ഈ പറയുന്ന നമ്മുടെ ഈ സെക്യൂരിറ്റിയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ. അതെ, ഇവരെടുക്കുമല്ലോ ഈ പ്രധാനമന്ത്രി. അത് ഇപ്പൊ ഇങ്ങനെയാണ് തീരുമാനിച്ചത്. അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ അവരുമായിട്ട് ഇപ്പൊ ഇന്ന് രാത്രിയാണ് ചർച്ചയുള്ളത്. അപ്പൊ രാത്രി നമ്മുടെ ചർച്ചയ്ക്ക് ശേഷം അതിൽ ഒരു വ്യക്തത വരും. എന്തായാലും ഇതിൽ പങ്കെടുക്കുന്ന മറ്റ് ജനങ്ങൾ ഉൾപ്പെടെ 11 മണിക്ക് നാളെ മടങ്ങേണ്ടി വരും. ബാക്കി കാര്യങ്ങൾ രാത്രി അവരുമായിട്ടുള്ള ഡിസ്കഷന് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഇന്നുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ആർമിയിലൊരു വലിയ വിഭാഗം അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചതിന് ശേഷം പോയതാണ്. വൈകാരികമായൊരു യാത്രയപ്പാണ് നമുക്ക് നൽകേണ്ടി വന്നിട്ടുള്ളത്. അതൊരു വല്ലാത്തൊരു നമുക്കൊക്കെ ഒരു വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. 319 ഫോഴ്സ് അംഗങ്ങളായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അതിൽ 132 പേർ ഇന്ന് പോയി. ബാക്കിയുള്ള 187 പേരിൽ 155 പേർ നാളെ പോകും. MEGയിലെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ 23 പേരും ഡൗൺ സ്ട്രീം സെർച്ചിന് വേണ്ടിയിട്ടുള്ള 13 പേരും അടക്കമുള്ള 36 പേർ ഇവിടെ ബാക്കി റിമൈനിങ് ആയിട്ടുണ്ടാകും, ഉണ്ടാകും. അവർ എല്ലാ നിലയിലും ആർമി ഇടപെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എല്ലാ കാര്യങ്ങളിലും അവർ നല്ല നിലയിൽ ഇടപെട്ടു. അവർ വന്നത് മുതൽ ഒരു ശരീരവും ഒരു മനസ്സുമായിട്ടാണ് നമ്മളെല്ലാവരും നിന്നിട്ടുള്ളത്. അവർക്ക് എന്തൊക്കെ പിന്തുണ നൽകാനാകും ആ പിന്തുണയൊക്കെ നൽകാൻ നമുക്കെല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. അവർ തന്നെ പോകുന്ന സമയത്ത് തുറന്നു പറഞ്ഞതാണ്. ഇവിടുത്തെ ജനങ്ങളുടെ, ജില്ലാ ഭരണകൂടത്തിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ, മറ്റ് സംവിധാനങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ പിന്തുണ അവർക്ക് ലഭിച്ചു എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു സമയം പോലും അവർ വെറുതെ ചെലവഴിക്കാതെ നമുക്കൊപ്പം നിന്നു.
അവർ വന്ന ഉടനെ തന്നെ പിന്നീട് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ചത് നമ്മുടെ രക്ഷാദൗത്യത്തിനേറെ സഹായകരമായി. മറ്റെല്ലാ ഫോഴ്സുകളുമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ആർമിയും നേവിയുമാണ് ഞാനീ പറഞ്ഞത്. എന്നാൽ സംസ്ഥാന സർക്കാരിനുമായി ബന്ധപ്പെട്ട ഫോഴ്സുകൾ, പോലീസായാലും ഫയർഫോഴ്സ് ആയാലും പോലീസിൻ്റെ പ്രത്യേക SOG ആയാലും അതുപോലെ തന്നെ മറ്റ് ഫോറസ്റ്റിൻ്റെ ആയാലും, ഞാൻ ഓരോന്നോരോന്ന് പറയുന്നില്ല, NDRF ആയാലും, അവരൊക്കെ ഒരു ടീമായി നിന്നു. നമ്മളെല്ലാവരും ഒരു മനസ്സും ഒരു ശരീരവും പോലെ പ്രവർത്തിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ആർമി നടത്തിയ സേവനത്തിനൊരു ബിഗ് സല്യൂട്ട് നമ്മളെല്ലാവരും നൽകുകയുണ്ടായി.